പാമ്പുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു നാട്. 3 ദിവസം കൊണ്ട് 27 പാമ്പുകളെയാണ് കണ്ണൂർ മയ്യിൽ കയറളത്തുകാർ പിടികൂടിയത്. കഴിഞ്ഞ 3 വർഷമായി പലതരത്തിലുള്ള 150-ലധികം പാമ്പുകളെയാണ് ഇവിടെ നിന്ന് പിടിച്ചത്. പ്രധാനമായും പ്രദേശത്തെ 10 വീട്ടുകാർക്കാണ് പാമ്പുകൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തുകൊണ്ട് പാമ്പുകൾ മഴ സീസണാകുമ്പോൾ ഇതേ സ്ഥലത്തേക്ക് എത്തുന്നു എന്ന് കണ്ടെത്താൻ കഴിയാതെ കുഴങ്ങുകയാണ് വനംവകുപ്പും നാട്ടുകാരും. അർജുൻ കല്യാടിന്റെ റിപ്പോർട്ട്. പാമ്പുകളെ കൊണ്ട് ഒരു നാട് പൊറുതിമുട്ടുകയാണ്. കണ്ണൂർ കയറളമൊട്ട എന്ന് പറയുന്ന സ്ഥലത്ത് 3 ദിവസത്തിനിടെ കണ്ടെത്തിയത് 27 പാമ്പുകളെയാണ്. പെരുമ്പാമ്പുണ്ട്, അതുപോലെ തന്നെ മൂർഖനുണ്ട്. അതായത് ഈ 3 ദിവസത്തിന് മുൻപും ഈ പ്രദേശത്ത് നിന്നും ഇത്തരത്തിൽ പാമ്പുകളെ കണ്ടെത്തുന്നത് ഒരു പതിവ് സംഭവമായിരുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയിലും പകലുമൊക്കെ പലയിടങ്ങളിലായി പാമ്പുകളെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വലിയ പ്രയാസം ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുകയാണ്. രാത്രി ഫസ്റ്റ്ലി വീട്ടിൽ നിന്നാണ് കണ്ടത്. വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് നോക്കുമ്പം വീട്ടിൻ്റെ അകത്തൊരു പാമ്പ് പിടിക്കുന്നവർ വന്ന് 2 അപ്പോഴത്തെ പുറത്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ അവർ പറഞ്ഞ് ഇനിയും കൂടുതലുണ്ടാവും പറഞ്ഞാൽ പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ അവർ പോയതിൻ്റെ ഒരു 14 അന്നേരം പിടിച്ച് അന്നേരം ഇത് കാണുമ്പോൾ വിഷമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം. പക്ഷേ എങ്കിൽ ഇത് കാണുമ്പോൾ കുട്ടികൾക്കും ഇവർക്കെല്ലാം പേടി തന്നെ, നമുക്കും പേടി തന്നെ. ഈ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാ തോന്നി. പെരുപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ആൾ പറയുന്നത് ചിലപ്പോൾ അത് അണലിയും ഇതെല്ലാം മനസ്സിലാവില്ലല്ലോ. പെരുപ്പാമ്പ് തന്നെയാണ്, പക്ഷെ കാണുമ്പോൾ ഇത് അണലിയാന്ന് തോന്നും. മൂർഖനെ അവർ പുതിയൊരുന്നില്ല അവർ വന്നിട്ടും ഷാജി എന്ന് പറയുന്നവർ ഒരു 12 എണ്ണത്തിന് എടുത്ത് പിടിച്ചുകൊണ്ട് പോയി. 3 മണിക്കാന്ന് വയ്യ ലാസ്റ്റ് കിട്ടീന്. ഉറക്കം കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് അവർ പോയി. മരത്തിൻ്റെ മുകളിലുണ്ട്, അപ്പുറത്തെ വീട്ടിൽ മരത്തുമ്മലുണ്ടായി വയ്യ. മരം മുറിച്ചാൽ 4 എണ്ണം ഉണ്ടായിന്. അത് പെരുപ്പാമ്പിൻ്റെത്. വീടല്ല ഇതിപ്പം പൂട്ടിയിട്ടല്ലേ, എല്ലാവരും പൂട്ടൽ തന്നെയാണ്. ഇപ്പം ആ വീട്ടിൻ്റെ സതീശാറിൻ്റെ വീട് ഇപ്പം ബേക്ക് ഭാഗം തുറക്കാതെ 3 ദിവസമായി. ഈ കിച്ചൻ്റെ ഭാഗം അടുക്കളേൻ്റെ ഭാഗം തുറക്കില്ല, അവർ താഴെ വീട്ടിൽ പോകാം. വീട്ടിൻ്റെ അകത്ത് വിറകെടുക്കാൻ വെക്കാൻ നോക്കുമ്പോഴേക്കും കയ്യിലായിരിക്കും ഈ സാധനം കിട്ടുന്നത്. അടുത്ത വീട്ടിലെ സരോജിനി വെച്ചിൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. അങ്ങനെ എവിടെയും ചെടിച്ചട്ടി ഇപ്പം ചെടി വൃത്തിയാക്കുക. നമ്മളെല്ലാവരും മുറ്റം വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്ന ആൾ. ചെടിയുടെ ഉള്ളിലായാലും ബാത്റൂമിലായാലും ഒന്നും വേണ്ട ആ രൂപത്തിലേക്കാണ് നമ്മൾ. ഒരു രാത്രി 9 മണി ആയിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയം തന്നെയാണ്. ഇവിടെ പൂച്ചകളാണ് നമുക്ക് നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വളർത്തു പൂച്ചകൾ കുറേ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പരിസരത്ത്. റോഡിലേക്ക് വാഹനങ്ങൾ പോകുമ്പോൾ ചതഞ്ഞറിഞ്ഞ അവസ്ഥ പാമ്പിൻ്റെ അവശിഷ്ടങ്ങൾ കുറേ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് 2 വർഷത്തോളമായി ഒരു പ്രശ്നം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത്. വീട്ടുപറമ്പുകളിൽ വീടിനകത്തു പോലും ഈ പാമ്പുകൾ എത്തുന്നു എന്നതാണ്. 3 ദിവസത്തിനിടയിൽ 27 പാമ്പുകളെയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ ഈ പരിസര പ്രദേശത്തെ ഒരു 10-100 ചുറ്റളവിനിടയിലാണ് ഈ പറയുന്ന 27 പാമ്പുകളെ 3 ദിവസത്തിനിടയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമായി അതിനു മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്തുകൊണ്ട് ഇങ്ങനെ പാമ്പുകൾ ഈ പ്രദേശത്തേക്ക് എത്തുന്നു, അത് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള മാർഗം തേടി ഇറങ്ങുകയാണ് കണ്ണൂർ കയറളമൊട്ടയിലുള്ള നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് നാജ് ഒമറിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.